ശബരിമലയിലെ അയ്യപ്പ സംഗമവും ബാറിന്റെ സമയം കൂട്ടി മദ്യം വിളമ്പാൻ തീരുമാനിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ ആവില്ല. അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ പേരിലാണെങ്കിലും നിയന്ത്രിച്ചത് മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനായി വലിയ തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം നടത്തിയത്. ഇക്കാലം അത്രയും പുച്ഛിച്ചു തള്ളിയിരുന്ന ശബരിമല അയ്യപ്പന്റെ ചരിത്രം മുഴുവൻ വായിച്ച് പഠിച്ച് അത് അയ്യപ്പ സംഗമത്തിൽ പാട്ടായി പാടി മുഖ്യമന്ത്രി. കൂടാതെ ഭഗവത്ഗീതയെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് വന്നു. ഇതെല്ലാം ഇതിലുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല, 1-2 ദിവസത്തേക്ക് ആളുകളെ പറ്റിക്കാനുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പരിപാടി. അതിനുവേണ്ടിയുള്ള റിഹേഴ്സൽ അത്രയും കഠിനമായിരുന്നു മുഖ്യമന്ത്രിക്ക്. അങ്ങനെയാണ് വേണ്ടപ്പെട്ടവർക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊടുത്തത്. അതാണിപ്പോൾ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്നത്. കയറിച്ചെന്ന ഒരിടത്തും ക്രമക്കേട് നടത്താതെ ഈ മുഖ്യമന്ത്രി തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ നമ്മുടെ ജീവിതം എന്നൊരു കുറ്റബോധവും തോന്നുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പോക്ക് ജയിലിലേക്കാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ബാർ മുതലാളിമാരെ സഹായിക്കാനും അവരുടെ കയ്യിൽ നിന്നും ബാക്കിയുള്ള 2 മാസം കൊണ്ട് പരമാവധി വാങ്ങിച്ചെടുക്കാനും വേണ്ടി രാത്രി 12 മണിവരെയാണ് ബാറുകൾ തുറന്നു വെച്ച് ആളുകളെ കുടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പടിയിറങ്ങാൻ സ്വയം തയ്യാറായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്നുള്ളത്. കാരണം ബാറിനെ തൊട്ടാൽ ആ തൊട്ടവരാരും തന്നെ പിന്നീട് അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കും വലിയ ഒരു ലോബിയുടെ അടുത്താണ് കളി. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാറുകളെ സഹായിക്കുന്നതോടുകൂടി ജനങ്ങളാകെ വെറുക്കും എന്നുള്ളൊരു മറ്റൊരു സത്യം കൂടിയുണ്ട്. ഏതായാലും തോൽവി ഉറപ്പിച്ച ഒരാൾക്ക് കിട്ടുന്നതെല്ലാം ലാഭം തന്നെയാണ്. അതായത് തീ പിടിച്ച വീട്ടിൽ നിന്നും ഊരിയെടുക്കുന്നതെല്ലാം ലാഭമെന്ന പോലെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിനും പാർട്ടിക്കും വോട്ടു തന്ന് വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയ വലിയൊരു സമൂഹത്തെ, ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത്. അതാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ചെയ്തത് എന്നോർക്കണം. നടത്താത്ത നന്ദഗോവിന്ദം ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ എഴുതിയെടുത്തപ്പോൾ പാടിയ പാട്ടുകാർക്ക് എത്ര കൊടുത്തു എന്നതിന് ഒരു കണക്കും തെളിവുമില്ല. കിടന്ന മെത്തയും കട്ടിലും അംബാനിയും അദാനിയും ഉപയോഗിക്കുന്ന അതേ കമ്പനിയാണെന്ന് തോന്നുന്നു. പിണറായി വിജയൻ എന്തേ അത്തരം കട്ടിൽ ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ പാടില്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചരിത്രം ഇങ്ങനെ വെട്ടിപ്പും തട്ടിപ്പും സ്വർണമെത്തയിൽ കിടക്കുന്നതുമല്ല. അതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് കാരണം കൊണ്ട് പ്രമുഖ CPM നേതാക്കൾ പലരും ജയിലിൽ കിടക്കുന്നത് പാർട്ടിക്ക് തോൽവിയുടെ എല്ലാ സാഹചര്യവും ഒരുക്കിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലും. അത് കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ് മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് പിണറായി വിജയനെ പെടുത്തിയിരിക്കുകയാണ്. സ്വന്തം ബിനാമി കമ്പനി എന്ന് മലയാളികൾ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കും അവരുടെ സഹസ്ഥാപനങ്ങൾക്കും ടെൻഡറില്ലാതെ വർക്കേൽപ്പിക്കുകയും അവർക്ക് തോന്നിയ പോലെ ബില്ലെഴുതി കൊടുക്കുകയും ചെയ്യുന്നൊരു പണിയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം പിടിക്കപ്പെടുകയാണ്. അതിന് ഊരാളുങ്കൽ നടത്തിയാലും അല്ലെങ്കിലും അതിലാണ് മുഖ്യമന്ത്രി പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയത്. ഇനിയൊരു ഭരണം തങ്ങൾക്കില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറപ്പായതുകൊണ്ടാണ് ബാർ മുതലാളിമാരിലേക്ക് മുഖ്യമന്ത്രി തിരിഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് ഭരണം നഷ്ടപ്പെടാൻ പോകുമ്പോൾ കിട്ടിയത് ലാഭം എന്നുള്ള നിലയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും അത് താൻ സ്ഥാനമൊഴിയുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നും കേരളത്തിന് തന്നെ നൽകുകയാണ് അദ്ദേഹം. അതാണ് ബാറിൻ്റെ പ്രവൃത്തി സമയം കൂട്ടി മറ്റൊരു ബാർ കോഴയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്.